ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഏതവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ഓവറോൾ എനർജി നോക്കിയപ്പോൾ 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് നോക്കിയപ്പോൾ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് മാസ്റ്റർ ഡെക്കായിട്ട്. അപ്പോൾ ഈ ഒരു കാർഡിൽ മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അവരുടെ ഓവറോൾ എനർജി നോക്കിയപ്പോൾ കൂടുതലായിട്ട് ഈ വ്യക്തി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ തമ്മിൽ എന്തോ ബ്രേക്കപ്പ് ആയതായിട്ട് കാണുന്നുണ്ട്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കണം ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്. തീർത്തും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കിയതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയതായിരിക്കാം. എങ്ങനെയായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഓവറോൾ എനർജിയിൽ നോക്കാൻ പറ്റുന്നത് അവൾ ഒരുപാട് വേദനയിലാണ്. ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനാജനകമായൊരു അവസ്ഥ നേരിടുന്നുണ്ട് ആൾ. ഇതിനകത്ത് തന്നെ മനസ്സിലാവാം തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, നല്ല രീതിയിലുണ്ട്. അതുപോലെ മൂന്നാമതൊരു വ്യക്തി കാരണം ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വന്നതായിട്ടും നമുക്കിത് കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി കാരണമാണ് ഇത്രയും ഈ ഒരു വ്യക്തി വേദനിക്കാൻ കാരണം എന്നും ഇതിൽ മെയിനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയതായിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് ഇയാളുടെ ഓവറോൾ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ആളിപ്പോൾ ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ നിങ്ങളുള്ളത്, ഇതൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ സമയം അതെന്താ കർമ്മയായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പെട്ടത്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. അപ്പോൾ ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്ന ഒരു മാറ്റത്തിലൂടെയാണ് ഈ ഒരു കണക്ഷൻ ഇപ്പോൾ കടന്നു പോകുന്നതാണ്. ആൾക്ക് തന്നെ ഒരു മനസ്സിലാക്കാനും ചെയ്ത തെറ്റിൻ്റെ ഫലം ഇപ്പോൾ ആളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ആൾക്ക് ഒരുപാട് തിരിച്ചറിവുകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ടാണ് ആൾക്ക് അത്രയും പെയിൻ അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റത്തിലൂടെ ആൾ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ പറയുന്നത് എന്താണ് ആളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണം, ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്ന കാർഡ്. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം വിശദീകരിച്ച്. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്, അതും ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി മാറി നിന്നതായിട്ടും കാണുന്നുണ്ട്. നല്ല രീതിയിൽ വഴക്കിട്ട് മാറി നിന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ആളുടെ മനസ്സിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു എനർജിയിലാണ് അവരുള്ളത് ഈ ഒരു സമയത്ത്.
6 ഓഫ് കപ്സാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഇവിടെ മെയിനായിട്ട് കാണുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയും നിങ്ങളും ചെറുപ്പത്തിലെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുമിച്ച് പഠിച്ചതാവാം, ഒരേ നാട്ടുകാരായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ടതും ആവാം കേട്ടോ. അപ്പം എങ്ങനെയായാലും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഒരുപാട് പരിചയമുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. തുടക്കത്തിൽ കണ്ടായാലും നിങ്ങൾക്ക് മറ്റാരോടും തോന്നാത്ത അത്രയും ഫീലിങ്സാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടത്തും തോന്നുന്നത്, അതുപോലെ നിങ്ങൾക്ക് ആ വ്യക്തിയെടുത്തും തോന്നുക എന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഒരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു വലിയൊരു സംഭവം നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ കാര്യത്തിലായിരിക്കാം ഭയങ്കരമായിട്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാരണം രണ്ടുപേരും മാറി നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒഴിവാക്കി പോയതാവാം. അതിൻ്റെ പേരിൽ ഇത് നിങ്ങളെ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ ആൾ ചില സാഹചര്യത്തിൽ നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം. നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, നിങ്ങളത് പറഞ്ഞ് 1-2 പറഞ്ഞ് നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ. അപ്പോൾ ഒക്കെ കാരണം ഭയങ്കര കടുംപിടുത്തം സ്വഭാവമൊക്കെ ഉള്ള വ്യക്തിയാണ്. ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കൂട്ടത്തിലാണ് ആൾ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആൾ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. അത് ഒട്ടും സഹിക്കുന്നില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ഭാവം ഈ വ്യക്തിക്കുണ്ട് കേട്ടോ. അങ്ങനെ അതായത് ഭയങ്കര വാശിയാണ് വ്യക്തിക്ക്. ഭയങ്കര വാശി, ദേഷ്യം, എല്ലാം ആൾ പറയുന്നതാണ്. ആൾ പറയുന്നത് പോലെ നടക്കൂ, അല്ലെങ്കിൽ ആൾക്ക് കൂടുതലും അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. ഇടയ്ക്ക് നിങ്ങളെ എന്ത് പറഞ്ഞാലും ആളുടെ ഭാഗത്താണ് ശരിയുള്ളതെന്നുള്ള ന്യായീകരിക്കുന്നുണ്ടാവാം. ഒന്നും വിട്ടു തരുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്നും സമ്മതിച്ച് തരുന്നുണ്ടാവില്ല. ഇതൊക്കെയാണ് കാണുന്നത്. സ്റ്റാറാണ്. പക്ഷെ ഇപ്പോഴും ആളുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. ഒരിക്കലും ഈ ഒരു കണക്ഷൻ അവസാനിക്കില്ല. നിങ്ങളൊരിക്കലും ആൾക്ക് നഷ്ടപ്പെടുത്താനാവില്ല. ഇനി ആരൊക്കെ ആളുടെ ലൈഫിൽ ഇല്ലെങ്കിലും നിങ്ങൾ വേണം ആളുടെ കൂടെ. നിങ്ങളുള്ളപ്പോഴാണ് ആളുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും ആൾക്ക് എല്ലാ പ്രതീക്ഷകളും നൽകുന്നത് നിങ്ങളാണ്. അപ്പോൾ ആ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ആൾക്ക് പറ്റില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിലെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലേക്ക് പോകും എന്നുള്ള ഇതാണ് ആൾക്ക് കൂടുതലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം എല്ലാം അർപ്പിച്ചിട്ടാണുള്ളത്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല എന്നുള്ള ഒരു ഇതിലാണ് ആ വ്യക്തി ഉള്ളത്. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ശരിക്കും ആൾ ഇപ്പോൾ ദുഃഖിക്കുകയാണ് നല്ല രീതിയിൽ. കാരണം ഇത്രത്തോളം വളർത്തി നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ബന്ധമായിരിക്കാം, ഒരു പ്രശ്നമില്ലാതൊക്കെ പോയതായിരിക്കാം. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടി പോയല്ലോ. കാരണം ആളുടെ തന്നെ ഒരു കുറവ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ തന്നെ ഒരു തെറ്റുകൊണ്ടായിരിക്കാം ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഒക്കെ ആയത്. കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയതും ഇതിപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിൽ ഉള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്തോ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ മറന്നിട്ട് വേറൊരു കണക്ഷനിലേക്ക് ചെന്ന് പെട്ടതോ ആവാം. ഇവിടെ ഫസ്റ്റിൽ വന്ന തന്നെ 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, ഇടയ്ക്ക് കയറിയ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി കണക്ഷൻ ഈ വ്യക്തിക്ക് ഇതായിട്ടുണ്ടാവാം. എല്ലാവർക്കും ഉള്ളതല്ല, 10% പേർക്ക്. ബാക്കിയെല്ലാം സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത്. ഫാമിലി അതൊരു ഫാമിലി ആയിരിക്കാം, ഫാമിലിയിൽ നിന്നുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ എങ്ങനെയായാലും അതൊരു സിറ്റുവേഷനായിട്ടും കാണുന്നുണ്ട്. അതുപോലെ 10% പേർക്ക് ഇതൊരു കണക്ഷനായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിക്ക് അവസാനം ആൾക്ക് ഇവിടെ കണ്ടോ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൾക്ക് ഒരു ഒറ്റപ്പെട്ട അതുമില്ല ഇതുമില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഏതും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ നേടിയെടുക്കണം. ആൾക്ക് എന്നും ഇല്ലെങ്കിലും ശരി, ഒന്നുമില്ലെങ്കിലും ശരി, നിങ്ങളെ വേണം ആൾക്ക്. 8 ഓഫ് ഷോർട്സ് ആണ്. ശരിക്കും പെട്ടുപോയി ആൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്, ആൾ നിലവിലുള്ള സ്ഥലത്ത് ആൾ പെട്ടിരിക്കുകയാണ്. ആൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂൻ ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഉടൻ ആളുടെ ഒരു ആക്ഷൻ ഉണ്ടാവും കേട്ടോ. ഉടൻ തന്നെ ആളുടെ ഭാഗത്തുനിന്ന് ആൾ ആക്ഷൻ എടുത്ത് വരും നിങ്ങളിലേക്ക് ഉടൻ തന്നെ. കാരണം ആൾക്കിത് സഹിക്കാവുന്നതിലും അപ്പുറത്താണെന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്നായിരിക്കും ആളുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ആൾക്ക് ഒട്ടും വയ്യ. ലൈഫിലെ ആൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒന്നുമില്ലാത്തൊരവസ്ഥ. ടവർ. അപ്പം നിങ്ങൾ തമ്മിൽ നല്ല തകർച്ചയിലാണെന്നുള്ളത് ഇവിടെ കണ്ടു കേട്ടോ. ടവറാണ് വന്നിരിക്കുന്നത്. ഈ ബന്ധം തന്നെ തകർന്നൊരവസ്ഥ. ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ആവണമെങ്കിൽ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇനി ആൾക്ക് നിങ്ങളെ ലഭിക്കുകയുള്ളൂ. കാരണം
അത് ആൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം. എങ്ങനെ ആയാലും ആൾക്ക് മനസ്സിലായി ഇത്. കാരണം സമയം ഒരുപാടായിട്ടുണ്ടാവാം, ചിലപ്പം മാസങ്ങളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ എങ്ങനെയായിട്ടുണ്ടാവാം. അപ്പോൾ ഇനി വീണ്ടും കണക്റ്റ് ആവണമെങ്കിൽ കുറച്ച് റിസ്ക് ആണെന്നുള്ളത് ആൾക്കറിയാം. 10 ഓഫ് വാണ്ട്സ് ആണ്. ആൾക്ക് ഒരു ഭാരമാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കൊരു ഉള്ളിൽ ഭയമുണ്ട്, നിങ്ങൾ തീർത്തും നഷ്ടപ്പെടുമോ, നിങ്ങളെ ഇനി ഒരിക്കലും ആളുടെ ലൈഫിലേക്ക് തിരിച്ച് കിട്ടില്ലേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻ ആയോ എന്നൊക്കെയുള്ള ഒരുതരം മാനസികാവസ്ഥ ആളെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. കാരണം ഭയങ്കര പിരിമുറുക്കാണ്, മനസ്സ് എവിടെയും നിൽക്കുന്നില്ല. എന്ത് ചെയ്താലും ആളുടെ ഒന്നിലേക്കും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ മനസ്സിൽ. ഹൈ പ്രഷ്യസ് ആണ് ഇതിനൊക്കെ കാരണം. ഇയാൾ സീക്രട്സ് ആണ്. ഇയാൾ ഒരുപാട് നിങ്ങളുടെ അടുത്ത് സീക്രട്സ് ആയിട്ട് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാവാം, ഒന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് കാരണം. അത് ആൾ മനസ്സിലാക്കുന്നു, സത്യത്തെ തിരിച്ചറിയുന്നു ആളിപ്പോൾ. കാരണം നിങ്ങളെ ഒരുപാട് വട്ട് കളിപ്പിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി. ഒരുപാട് അതുതന്നെയാണ് ആദ്യം തന്നെ കിട്ടിയ ആ 3 ഓഫ് ഷോർട്സിൻ്റെ എനർജി. നിങ്ങളെ ട്രസ്റ്റ് ഇഷ്യൂസ് വരുത്തി വെച്ചത് ഈ വ്യക്തി തന്നെയാണ്. ഈ ഒരു വ്യക്തി കാരണമാണ് ഇന്ന് ഈ ഒരു അവസ്ഥ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൊക്കെ കടന്നു പോയ വ്യക്തികളാണ്. ഈ വ്യക്തി ഇന്ന് വരും, നാളെ വരും, ഇത് ശരിയാകും എന്നൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. അതൊക്കെ ഈ വ്യക്തിക്ക് അറിയാം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വ്യക്തി ഓർക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഇപ്പോൾ ശരിക്കും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം ഒന്ന് ശരിയായി കിട്ടണം. നിങ്ങളുടെ അടുത്ത് വന്നാൽ ഇതിനൊരു ക്ലാരിറ്റി തരണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ സത്യത്തെ, നിങ്ങൾക്ക് സത്യം തിരിച്ചറിയണം. എന്താണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് പറ്റിയത്, എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയണം. അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയായിരിക്കാം നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ ഇനി സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തരണം എന്നുള്ള ഒരു ഉറച്ച മൈൻഡിൽ തന്നെയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ഇപ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാം നല്ലതായിട്ട് വരണം. കാരണം അത്രയ്ക്കും നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ആദ്യം തന്നെ കിട്ടി. ഒരുപാട് വേദനയിൽ കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. ഒരുപാട് സഹിച്ചിട്ടുണ്ടാവാം നിങ്ങളെ. പക്ഷെ ഒട്ടും ആ ഒരു സമയത്തൊന്നും നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന, ആ ഒരു സപ്പോർട്ടൊന്നും ഈ വ്യക്തി തന്നില്ലായിരിക്കാം ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത്രയും ആൾ റിസ്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങളിലേക്ക് വരേണ്ട എന്നുള്ള മൈൻഡിലാണ് ഉള്ളത്. ഇപ്പോഴും ആൾക്കൊരു ഭയമുണ്ട് ഇപ്പോഴും മനസ്സിൽ. കാരണം എന്താ, ഇതൊക്കെ ഇനി നിങ്ങൾ എല്ലാം ഏറ്റു പറഞ്ഞാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ അതാണ് ആൾ ഇപ്പോൾ സത്യത്തെ തിരിച്ചറിഞ്ഞു. എല്ലാം എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞ ആൾക്കാരാണ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ വ്യക്തിയെ, ഒരുപാട് വിശ്വാസം നിങ്ങൾ അർപ്പിച്ചവരാണ് ഈ വ്യക്തിയിൽ. അതാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആളായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ആൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ എത്രത്തോളം വാല്യൂ ആണ് നിങ്ങൾ, എത്രത്തോളം എന്താ പറയുക വെളിച്ചമാണ് നിങ്ങൾ, ഒക്കെ ആൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ട കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾക്ക് ശരിക്കും മനസ്സിലായി നിങ്ങളുടെ വില എത്രത്തോളമാണെന്നുള്ളത്. 6 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ആൾ എന്തായാലും ശരി, ഏത് സിറ്റുവേഷനിലായാലും ആൾക്കിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ധൃതിയിലാണെന്നാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ, 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. എങ്ങനെയായാലും ശരി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ മനസ്സും അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളാണ്. അപ്പോൾ എങ്ങനെയായാലും ഫിനാൻസ് സംബന്ധമായ എന്ത് പ്രശ്നം, ചില സാഹചര്യത്തിൽ ഫിനാൻസ് സംബന്ധമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പൈസ സംബന്ധമായ എന്തോ കാര്യം ഈ നിങ്ങൾക്കിടയിലുള്ളതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി അതിൻ്റെ ഇടപാടിലൊക്കെ പോയി ചെന്ന് പെട്ടതും ആവാം, പൈസയുടെ കാര്യം അങ്ങനെയൊക്കെ ചെന്ന് പെട്ടതും ആവാം. അപ്പോൾ എങ്ങനെയായാലും അതൊക്കെ നീക്കം ചെയ്ത ആൾ വരും, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജാണ്. ഇപ്പോൾ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആൾ. ഇത് തന്നെയാണ് 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇതിലും കണ്ടോ, ഇത് മൂന്നാമതൊരു വ്യക്തിയാണ് ഇതിന് മെയിനായിട്ട് കാരണം. ആ ഒരു വ്യക്തിയിലേക്ക് ഈ വ്യക്തി പോയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു റീഡിങ് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് നമുക്ക് നോക്കാം. ആൾ തിരിച്ചു വരും കേട്ടോ, നിങ്ങളിലേക്ക് തന്നെ ആൾ തിരിച്ചു വരും. കാരണം ആൾക്ക് ഇപ്പം അത്രയും ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഇപ്പോഴും ആളുടെ ഉള്ളിൽ കിടന്ന്, അതാണ് ആൾക്കൊരു ഭയം ഉണ്ട്.
നിങ്ങളിനി വന്നാൽ സ്വീകരിക്കുമോ, നിങ്ങളുടെ അടുത്ത് സത്യം പറയണം, അതും ആൾ ചിന്തിക്കുന്നുണ്ട്. എന്ത് സത്യവും പറഞ്ഞാലും അവസാനം നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ. നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം, ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. തിരുവനന്തപുരം, സോഷ്യൽ വർക്കർ ആവാം, വൈറ്റ് കളർ, കാസർഗോഡ്, പാലക്കാട്, ടൈലറിങ്, ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി, ജനുവരി, ബ്യൂട്ടീഷ്യൻ, അത്തം, ചോതി നക്ഷത്രം, പിങ്ക് കളർ, ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്. ഇടുക്കി എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവാതിര, ആർട്ടിസ്റ്റ് ആയിരിക്കാം, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. കോഴിക്കോട്, നവംബർ, അശ്വതി, ലെറ്റർ എ, ലെറ്റർ വൈ, മെയ് മാസം 40. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്